ഹലോ ഗായ്സ്, സ്യൂട്ട ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഉത്സവമാണ്. 14 ദിവസത്തെ ഉത്സവമാണ് അരങ്ങേറുന്നത്. മാർച്ച് 6 മുതൽ മാർച്ച് 20 വരെയാണ് ഉത്സവം. നമ്മൾ പോകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഉത്സവം തീരുന്നതിന് 2 ദിവസം മുന്നേ, കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ മാർച്ച് 18. അന്ന് എന്ന് പറഞ്ഞാൽ അവിടെ 4 വലം വെക്കലായിരുന്നു. നാട് വലം വെക്കൽ എന്ന് പറഞ്ഞാൽ ആ ഉത്സവം നടക്കുന്ന ആ ഒരു സറൗണ്ടിങ്സിലുള്ള ഏരിയകളിൽ കവർ ചെയ്തിട്ടായിരിക്കും ഉത്സവം അവസാനം അമ്പലത്തിലേക്ക് എത്തുന്നത്. അതിനാണ് നാട് വലം വെക്കൽ എന്ന് പറഞ്ഞത്. അതായത് 4ാമത്തെ ഉത്സവമാണ് അന്ന്. അപ്പോൾ ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 14 ദിവസത്തെ ഉത്സവമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഈ 14 ദിവസം ഉത്സവം നടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ഈ ബാലായ്മ, പോല, ഈ പീരിയഡ്സ് ആയിട്ട് വരാൻ പറ്റാത്ത ആൾക്കാർ, ഇങ്ങനെയുള്ളവർക്ക് ഈ ഉത്സവം എല്ലാവരും ഉത്സവം കൂടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 14 ദിവസം. ഇതെല്ലാം കഴിഞ്ഞിട്ടായാലും ആൾക്കാർ ഒരിക്കലെങ്കിലും ഈ ഉത്സവം കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 14 ദിവസം ഈ ഉത്സവം വെച്ചിട്ടുള്ളത്. അതാണ് തൃച്ചംബരത്തെ ഉത്സവത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലെത്തി തൊഴുതു, പിന്നെ അമ്പലം വലം വെച്ച്, പിന്നെ കുറേ ചന്തയിലെല്ലാം കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, പിന്നെ ഒരു കുലുക്കി സർബത്തൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ചു വന്നത്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ തളിപ്പറമ്പ് ഏരിയയിലുള്ള എല്ലാവർക്കും ഒരു ഏറ്റവും വലിയൊരു ഉത്സവമാണ് തൃച്ചംബരത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ. കണ്ണൂരിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് ഉത്സവം കാണുന്നുണ്ട്. കാരണം അത്രയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്. എല്ലാവരും വന്ന്, ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ വന്ന് എന്തായാലും കാണണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മാർച്ച് 20 കൂടി കുടിപ്പേരിൽ കഴിഞ്ഞാൽ ഉത്സവം അവസാനിക്കും. എന്നാലും നെക്സ്റ്റ് വർഷം എല്ലാ വർഷവും ഉത്സവമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വർഷമെങ്കിലും വന്നിട്ട്, എപ്പോഴെങ്കിലും വന്ന് 14 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങളെല്ലാവരും വന്നിട്ട് ഈ ഉത്സവം ഒന്ന് കണ്ടിട്ട് പോകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.